വർഷങ്ങളായി അനാഥാവസ്ഥയിൽ കിടന്നിരുന്ന പട്ടിമറ്റം ടൗണിലെ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് ഇനി സനാഥമാകുന്നു. നിയമക്കുരുക്കുകളിൽപ്പെട്ട് നാശോന്മുഖമായ കെട്ടിടം അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ തീർത്ത് വ്യാപാര ആവശ്യങ്ങൾക്കായി തുറന്നു നൽകുവാൻ പുതിയ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി കുന്നത്തനാട് പഞ്ചായത്ത് പ്രസിഡന്റ് എ.പി. കുഞ്ഞുമുഹമ്മദിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിച്ചു. അതിനുശേഷം അവരോടും കൂടി ഫ്രണ്ട് കുറച്ചൊന്ന് ശരിയാക്കി തന്നു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല പാസേജ് കിട്ടും. പട്ടിമറ്റം ടൗണിന്റെ ഹൃദയഭാഗത്ത് 3 നിലകളിലായി 3200 ചതുരശ്ര അടിയിൽ നിർമ്മിച്ച ഈ കെട്ടിടം ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ്. 2012-ൽ KURDFCയിൽ നിന്ന് 60 ലക്ഷം രൂപ ലോണെടുത്തും പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചും നിർമ്മിച്ച ഈ സമുച്ചയം കഴിഞ്ഞ കുറേ വർഷങ്ങളായി തിരിഞ്ഞു നോക്കുവാൻ ആളില്ലാത്ത അവസ്ഥയിലായിരുന്നു. അന്തിമയങ്ങിയാൽ ലഹരി ഉപയോഗിക്കുന്നവർ കൈയെടുക്കുന്ന ഇവിടം പട്ടിമറ്റത്തെ ഏക ബസ് കാത്തിരിപ്പ് കേന്ദ്രം കൂടിയാണ്. നൂറ്റാണ്ടുകളുടെ പൈതൃകമുള്ള ജയഭാരത് വായനശാലയും ഈ കെട്ടിടത്തിന്റെ ജീർണാവസ്ഥ മൂലം പ്രതിസന്ധിയിലായിരുന്നു. 4 വർഷം മുമ്പ് വരെ SBI ശാഖ പ്രവർത്തിച്ചിരുന്നപ്പോൾ പ്രതിമാസം 45,000 രൂപയോളം വാടക വരുമാനം പഞ്ചായത്തിന് ലഭിച്ചിരുന്നു. എന്നാൽ ബാങ്ക് മാറിയതോടെ കെട്ടിടം സംരക്ഷിക്കുന്ന കാര്യത്തിൽ മുൻ ഭരണസമിതി കാണിച്ച അനാസ്ഥയും കോടതിയിലെ നിയമക്കുരുക്കുകളും കെട്ടിടത്തെ തകർച്ചയിലേക്ക് നയിച്ചു. എന്നാൽ നിലവിലെ കേസുകൾ പിൻവലിക്കാമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിടം വീണ്ടും ഉപയോഗപ്രദമാക്കാനാണ് പുതിയ ഭരണസമിതിയുടെ നീക്കം. കുന്നത്തനാട് ഗ്രാമപഞ്ചായത്തിന്റെ പട്ടിമറ്റത്തുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് കഴിഞ്ഞ 7 വർഷമായി ഒരു വ്യവഹാരത്തിന്റെ ഫലമായി അടഞ്ഞുകിടക്കുകയാണ്. അതിൻ്റെ പദ്ധതികളൊന്നും നടപ്പിലാക്കുവാൻ കഴിഞ്ഞ 5 വർഷമായി ഇരുന്ന ഭരണസമിതിക്ക് കഴിയാത്തതുകൊണ്ട് പുതിയ ഭരണസമിതി ഞങ്ങൾ അധികാരമേറ്റപ്പോൾ ഇതിനെതിരെ വ്യവഹാരം കൊടുത്ത വ്യക്തിയെ പോയി കാണുകയും അദ്ദേഹം അന്ന് കോടതിയിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ യഥാവിധി അത് നടപ്പിലാക്കുവാൻ പഞ്ചായത്ത് കമ്മിറ്റിക്ക് സാധിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ അതിനൊരു നടപടി പഞ്ചായത്ത് കമ്മിറ്റി സ്വീകരിക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടിമറ്റത്തിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് വളരെ മനോഹരമാക്കി അതിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് തന്നെ കെട്ടിടം പണി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആലോചിക്കുന്നു. നിലവിലുള്ള പരാതിക്കാരൻ അദ്ദേഹം കോടതിയിൽ കൊടുത്തിരിക്കുന്ന പരാതി പിൻവലിക്കാമെന്ന് ഉറപ്പ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടിമറ്റത്ത് ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് അതുപോലെ തന്നെ ഓപ്പൺ എയർ സ്റ്റേജ് തുടങ്ങിയ കാര്യങ്ങൾ നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനം തുടങ്ങുവാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് എല്ലാ പഞ്ചായത്ത് മെമ്പർമാരും സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലം സന്ദർശിച്ചിട്ടുള്ളത്. നമ്മൾ അതിന് അതിൻ്റെ റിപ്പോർട്ട് തരുന്നതനുസരിച്ച് നമ്മളതിൻ്റെ ഫണ്ട് അനുവദിക്കുന്നതായിരിക്കും. എത്ര ലക്ഷം രൂപയാണെങ്കിലും നമ്മളത് അനുവദിച്ച് ഇത് മനോഹരമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏർപ്പാട് ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റിനൊപ്പം സെക്രട്ടറി ഭാഗ്യശ്രീ ഗോപകുമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ നീതു KR, വൈസ് പ്രസിഡന്റ് ശ്യാമള സുരേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നിർമ്മല സിജു, വാർഡ് മെമ്പർമാരായ KM ഉല്ലാസ്, റാബിയ സലിം, CA നവാസ്, സുരേഷ് VR, KK പ്രഭാകരൻ, CK അയ്യപ്പൻകുട്ടി, ഹനീഫ കുഴുപ്പള്ളി, TA ഇബ്രാഹിം, KG മന്മഥൻ തുടങ്ങിയ ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും സംഘത്തിലുണ്ടായിരുന്നു. കെട്ടിടത്തോടൊപ്പമുള്ള ഓപ്പൺ എയർ സ്റ്റേജും നവീകരിക്കുന്നതോടെ പട്ടിമറ്റത്തെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും പുതിയ ഉണർവ് ലഭിക്കും. എത്രയും വേഗം പണികൾ പൂർത്തിയാക്കി കെട്ടിടം നാടിന് സമർപ്പിക്കാനാണ് പഞ്ചായത്തിന്റെ ലക്ഷ്യം. പട്ടിമറ്റത്തെ വ്യാപാരികൾക്കും നാട്ടുകാർക്കും വലിയ പ്രതീക്ഷ നൽകുന്നതാണ് ഭരണസമിതിയുടെ ഈ പുതിയ തീരുമാനം. ന്യൂസ് ഡെസ്ക്, C ന്യൂസ് മലയാളം.